നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളത് മനസ്സിലാക്കും മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നടപ്പാക്കണം. ഞാൻ പറയുന്നത് മനസ്സിലായോ? മനസ്സിലായി. അതായത് അതൊക്കെ കേൾക്കാൻ സന്മനസ്സുണ്ടെങ്കിൽ ഞാൻ പിറകെ പറയും. അതിനു മുൻപ് നിനക്ക് നഷ്ടപ്പെട്ടത് നീ തിരികെ വാങ്ങിച്ചു. മോളി. എന്താ മാഡം? മോളെ മോളെ നമ്മുടെ പൊന്നു മോളെ. നമ്മുടെ പൊന്നു മോളെ. നിനക്ക് സന്തോഷായോ? ഇനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നായിരിക്കും നിന്റെ ആഗ്രഹം. കിട്ടേണ്ടത് കിട്ടിയല്ലോ അല്ലേ? നിനക്കവിടുന്ന് ഓരോ നിമിഷവും കിട്ടുന്ന അവഗണനയും അപമാനവും ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ ഞാനത് നിന്നോട് തുറന്നു ചോദിച്ചാ നീ അതെന്നോട് പറയില്ല. നീ ആ സെക്കൻഡിൽ ചെമ്പകമംഗലത്തെ ആളാവും. ചെമ്പകമംഗലം പോലെയാ നിനക്ക് ഈ മാധവ മന്ദിരവും. അത് നീ മറന്നു കളയരുത്. അവിടുത്തെ പോലൊരു മുത്തശ്ശൻ നിനക്കിവിടെയും ഉണ്ട്. നിന്നെ കാത്തുകാത്തിരിക്കുന്ന ഒരു മുത്തശ്ശൻ, നിന്റെ അമ്മയുടെ അച്ഛൻ. അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുക. അതെ, അതൊരു അപേക്ഷയായിട്ട് മാത്രം കരുതിയാ മതി. കാരണം എന്റെ അച്ഛന് നിന്നെ കാണാനുള്ള ആഗ്രഹമുണ്ട്. നിനക്കില്ലെങ്കിലും. എന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നതല്ലല്ലോ, എന്റെ മോള് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ. അച്ഛൻ സുഖമില്ലാതെ കിടക്കുക. ഇപ്പൊ നീ കയറി കണ്ടില്ലെങ്കിൽ ഒരു പക്ഷെ നിനക്ക് നിന്റെ മുത്തശ്ശനെ ജീവനോട് ചിലപ്പോ കാണാൻ പറ്റിയെന്ന് വരില്ല. ജീവിതകാലം മുഴുവൻ നിനക്ക് അതിന്റെ പേരിൽ കരയേണ്ടി വന്നേക്കാം. മുത്തശ്ശനും എന്തു പറ്റിയല്ലേ? അച്ഛന്റെ കാര്യങ്ങൾ ആകെ ഒരു പരിങ്ങലില്ല. ഏത് നിമിഷവും എന്ത് സംഭവിച്ചേക്കാം. അറിയിക്കേണ്ടവരെ അറിയിച്ചേക്കാനാ ഡോക്ടർമാര് പറഞ്ഞത്. അയ്യോ, എന്താ മുത്തശ്ശന്റെ അസുഖം? ഒരു അറ്റാക്ക് ഉണ്ടായി. അവിടെ നിന്ന് അസുഖങ്ങളുടെ തുടക്കം. ഹാർട്ടിന് വലിയ കുഴപ്പങ്ങളുണ്ട്. ഒരു ഓപ്പറേഷനിലൂടെ ജീവൻ രക്ഷിക്കാമെന്ന ഡോക്ടർമാര് പറയുന്നത്. പക്ഷേ അവരാരും ഉറപ്പ് പറയുന്നില്ല. ആ, നീ കരയണ്ട. കരയാൻ വേണ്ടി പറഞ്ഞതല്ല വല്യമ്മ. ആ, എന്തായാലും മോൾ അകത്ത് പോയി മുത്തശ്ശനെ ഒന്ന് കാണ്. കുഞ്ഞിനെ ഇങ്ങത്താ. വാ.
മോളെ കരയണ്ട. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാനല്ലേ പറ്റൂ. ഇതാ അച്ഛന്റെ അവസ്ഥ. ഈ അസുഖം വന്നപ്പോ പിന്നെ മീനാക്ഷി മീനാക്ഷി എന്ന മന്ത്രം മാത്രമേ അച്ഛനുള്ളൂ. മരണത്തിന് മുമ്പെങ്കിലും കൊച്ചുമോളോട് കുറെ ദിവസം നിൽക്കാനുള്ള ആഗ്രഹം. എന്റെ മോള് കുറച്ചു നേരം അച്ഛനോടൊപ്പം ഇരിക്കെ. മോളെ, എന്താ മാഡം? അച്ഛൻ മരുന്നിന്റെ സെഡേഷനിൽ ഉറങ്ങുകയാണെന്ന് മീനാക്ഷിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവളത് മനസ്സിലാക്കും മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നടപ്പാക്കണം. ഞാൻ പറയുന്നത് മനസ്സിലായോ? മനസ്സിലായി. അതായത് മനസ്സിലായോ? ശരി ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.